റീസെൻ്റ്ലി ആർ ബി ഐയുടെ സെൻട്രൽ ബോർഡ് ഓഫ് കൺട്രോൾ ഒരു ഡിസ്കഷൻ നടന്നു. ദാറ്റ് ഈസ് ഇപ്പോഴത്തെ പേപ്പർ കറൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് പോളിമർ കറൻസി കൊണ്ടുവന്നാലോ എന്നുള്ളൊരു ഡിസ്കഷൻ നടന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഡിസ്കഷൻ നടന്നത്, എന്തൊക്കെ റീസൺസ് ആണ് അതിൻ്റെ ബിഹൈൻഡിൽ നിന്ന് നമുക്ക് നോക്കാം. കറൻസി സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 42.86 ട്രില്യൺ കറൻസി സർക്കുലേഷൻ ആണ് ഇൻക്രീസ് ചെയ്തു. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് കോസ്റ്റും ഡിസ്ട്രിബ്യൂഷനും ചിലവ് കൂടുതലാണ്. പിന്നെ വേറൊരു റീസൺ പറയുന്നത് സോൾഡ് നോട്ടാണ്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ഇയർ 2024 സോൾഡ് നോട്ട് എന്ന് പറയുന്നത് 21 ബില്യൺ ആണ് വെച്ചാൽ ദാറ്റ് ഈസ് 25 വരുമ്പോൾ അത് 23 ആയിട്ട് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോൾഡ് നോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കീറിയ നോട്ടൊക്കെ കീറിയത് പൊട്ടിച്ച നോട്ടൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും ബാങ്കായിട്ട്. അപ്പോൾ അതാണ് സോൾഡ് നോട്ടാണ്. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ നമ്മുടെ ആർ ബി ഐയുടെ എക്സ്പെൻഡിച്ചർ കൂടി. അപ്പോൾ 25 വന്നപ്പോൾ അതെന്താണ് 23 ആയിട്ട് 23 ബില്യൺ ആയിട്ട് ഇൻക്രീസ് ആണ് ചെയ്തത്. വേറെ റീസൺ എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറൻസി യൂസ് ചെയ്യുമ്പോൾ വല്ല നനവൊക്കെ ആയാൽ പെട്ടെന്ന് ചീത്തയാകും. പിന്നെ ഡ്യൂറബിലിറ്റി കുറവാണ്, മോയ്സ്ചറൊക്കെ കാരണം ഡ്യൂറബിലിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ പോളിമറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡ്യൂറബിലിറ്റി കൂടും. ദാറ്റ് ഈസ് 2.2 നിന്ന് 4.5 ടൈംസ് ഡ്യൂറബിലിറ്റിയാണ് കൂടുക. അപ്പോൾ ഗ്ലോബലി 60 കൺട്രീസാണ് ഈ ഒരു ഇനിഷ്യേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഗ്ലോബലി ദാറ്റ് ഈസ് ആദ്യമായിട്ട് ഓസ്ട്രേലിയ ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ദാറ്റ് ഈസ് 1998 ഓസ്ട്രേലിയ പോളിമർ കറൻസി കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.